ഹലോ. അപ്പോൾ ഞാൻ കുറേ നാളായി യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഐ തിങ്ക് കോവിഡ് ടൈമിലാണ്. എനിക്ക് ആരും മിണ്ടാനില്ല, പുറത്ത് പോകാനൊന്നുമില്ല. ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, വല്ലാണ്ട് ഡിപ്രഷൻ അടിച്ചിരുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ എന്താ പറയുക, പല ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് പറയാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ പീക്കായിരുന്നു എനിക്ക്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ എന്താ പറയുക റിക്കവറായി വന്നത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. പല കാര്യങ്ങളും പലരോടും മുഖത്ത് നോക്കി പറയാൻ പഠിച്ചതും റിയാക്ട് ചെയ്യാൻ പഠിച്ചതും യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതിന് ശേഷമാണ്. യൂട്യൂബ് ചാനലിൽ നിന്ന് സംസാരിച്ചാണ് എനിക്ക് ഇന്ന് കാണുന്ന ഒരു കോൺഫിഡൻസ്, ഇവിടെ കയറി ആരോടും എന്തും സംസാരിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. ഉള്ളിലൊക്കെ പ്ലാൻ ചെയ്യും, ഞാൻ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് സ്റ്റേജിലാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിലാണെങ്കിലും അവരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിഴുങ്ങും. കാരണം അത് പറഞ്ഞാൽ ശരിയാവുമോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അതെല്ലാം മാറിയതും ഞാൻ കുറച്ചും കൂടെ ബോൾഡ് ആയതും കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയതും എനിക്ക് തോന്നിയിട്ടുള്ളത് യൂട്യൂബ് ചാനലിന് ശേഷം വന്നതിന് ശേഷമാണ്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. അതിപ്പോൾ ആരൊക്കെ കളിയാക്കിയാലും പുച്ഛിച്ചാലും എനിക്ക് ഒന്നുമില്ല. പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യാണ്ട് വെച്ചിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫോണിന് കുറച്ച് കംപ്ലയിൻറ്റും ക്ലാരിറ്റി കുറവൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല, വലിയ ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാണ്ട് ഐഫോണൊക്കെ മേടിച്ച് സെറ്റാക്കി മറ്റേ സ്റ്റാൻഡൊക്കെ മേടിച്ച് വീഡിയോ എടുത്ത് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, എനിക്കറിയാവുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ പോലെ അവൾ ഇട്ടുണ്ടായിരുന്നതാണ്. നമ്മളെല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവുന്നത് വരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്കിപ്പം സ്റ്റാൻഡ് കിട്ടി ഐഫോൺ കിട്ടില്ല എന്നുകൊണ്ട് വീഡിയോ എടുക്കാണ്ടിരിക്കും, ഐഫോൺ കിട്ടി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കിട്ടില്ല എന്നുകൊണ്ട് വീഡിയോ എടുക്കാണ്ടിരിക്കും. അപ്പോൾ അതിന് പകരം നമുക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. പിന്നീട് നമ്മളെ കൊണ്ട് അത് വാങ്ങാനായിട്ട് പ്രാപ്തരാകുമ്പോൾ നമ്മളത് വാങ്ങുക ചെയ്യുക. അതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്നാൽ മാത്രമേ ഞാൻ എൻ്റെ കാര്യം സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ ബിഗിൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളത് അവിടെ തന്നെ ഇരിക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ മുമ്പുണ്ടായിരുന്ന എന്നെ സ്നേഹിച്ചിരുന്നവരുടെ സപ്പോർട്ടെല്ലാം എനിക്ക് വേണം. എനിക്ക് 1.1K സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്താണ് ഞാൻ വീഡിയോ നിർത്തിയത്. വാച്ച് ടൈം ഒന്ന് കയറി വരുമായിരുന്നു, ആ സമയത്ത് ഞാൻ നിർത്തി. പിന്നെ വീഡിയോസ് ഇടലൊന്നുമില്ല. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ നോക്കാമെന്നൊരു മടിയാണ്, കാരണം വീഡിയോ എടുക്കണില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചാനൽ കുറഞ്ഞു വരുമ്പോൾ ഒരു വിഷമമായിരുന്നു. ഇനി എന്തായാലും ഞാൻ ആ വിഷമങ്ങളൊക്കെ മാറ്റി വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.